ഞാൻ എൻ്റെ 2015 മോഡൽ മാരുതി സ്വിഫ്റ്റിൽ ഒരു റിവേഴ്സ് ക്യാമറ വെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആമസോണിൽ നിന്നൊരു ഓഡിയോ വീൽസ് എന്ന ബ്രാൻഡിൻ്റെ ക്യാമറ വാങ്ങി. അതിൽ തന്നെ നമുക്ക് ക്യാമറയുടെ സൈസിൽ കറക്റ്റ് സൈസിലുള്ളൊരു ബിറ്റ് വരും. നമ്മൾ ബമ്പറിൻ്റെ കറക്റ്റ് സെൻറ്റർ പൊസിഷൻ നോക്കിയിട്ട് ബിറ്റ് വെച്ച് ഡ്രിൽ ചെയ്താൽ മതി. ഈ ഒരു ഭാഗത്ത് അതിനുശേഷം നമ്മൾ ബമ്പറിൻ്റെ സ്ക്രൂസ് ഒന്ന് ലൂസാക്കി കൊടുക്കുകയാണ്. ഫുൾ ബമ്പർ ഇളക്കേണ്ട ആവശ്യമില്ല. മുകളിലത്തെ 2 സ്ക്രൂസ് ലൂസ് ചെയ്ത് അതിൻ്റെ ബീഡിങ്സും കൂടെ ഇളക്കി കഴിഞ്ഞാൽ നമുക്കൊരു അത്യാവശ്യം സ്പേസ് കിട്ടും. നമുക്കൊരു വയർ വലിച്ച് ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ നേരത്തെ ഡ്രില്ലടിച്ച ഹോളിലൂടെ തന്നെ ക്യാമറയുടെ വയേഴ്സ് വലിച്ച് കയറ്റാണ്. ക്യാമറയുടെ പവറിൽ ആക്ച്വലി 2 ടെർമിനൽസ് ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസ് ഉണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ റിവേഴ്സ് ബൾബിലേക്ക് കൊടുക്കേണ്ടി വരും, കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലൈറ്റ് ഊരിയിട്ട് അതിൻ്റെ റിവേഴ്സ് ബൾബ് എടുത്തിട്ട് അതിൻ്റെ വയർ കട്ട് ചെയ്യേണ്ടി വരും. കാരണം അല്ലാതെ വേറെ നമുക്കൊരു ഓപ്ഷനില്ല. വയേഴ്സ് കട്ട് ചെയ്യുക, തിരിച്ചത് ഇൻസുലേറ്റ് ചെയ്ത് വെക്കുന്നതിന് പകരം കണക്ടേഴ്സ് വഴി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പം എൻ്റെ കയ്യിൽ ഓൾറെഡി 2 കണക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം അതിനാവശ്യമുള്ള കണക്ടേഴ്സ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മുടെ ക്യാമറയ്ക്ക് വേണ്ട പോസിറ്റീവും നെഗറ്റീവും ബൾബിലേക്കുള്ള പോസിറ്റീവ് നെഗറ്റീവിലേക്ക് കറക്റ്റായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ അത് കറക്റ്റ് നോക്കിയിട്ട് ചെയ്യേണ്ടി വരും. അപ്പം ഞാനിപ്പോൾ ഒരു മൾട്ടിമീറ്റർ വെച്ചിട്ട് പോസിറ്റീവ് ഏതാ നെഗറ്റീവ് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുശേഷം അത് കണക്ടറിലേക്ക് കറക്റ്റായിട്ട് കണക്ട് ചെയ്യുകയാണ്. കണക്ടേഴ്സ് എടുത്തിട്ട് ബൾബിലേക്ക് കണക്ട് ചെയ്യാണ്. അങ്ങനെ കണക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ആ ബൾബ് എടുത്ത് തിരിച്ച് ഫിറ്റ് ചെയ്യാം. നമുക്കിനി എല്ലാം തിരിച്ചെടുത്ത് വെക്കാം. ഞാൻ കറക്റ്റായിട്ട് വയറിനിടയിൽ കൂടെ വലിച്ച് താഴേക്ക് ഇടുകയാണ്. എന്നിട്ട് ഞാൻ തിരിച്ച് ബ്രേക്ക് ലൈറ്റ്സ് അതുപോലെ സ്ക്രൂ ചെയ്ത് വെക്കുകയാണ്. തിരിച്ച് ബമ്പറിൻ്റെ സ്ക്രൂസും തിരിച്ച് ഫിറ്റ് ചെയ്തിട്ട് റബ്ബർ ബീഡിങ് എല്ലാം തിരിച്ച് പഴയപോലെ സെറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് റിവേഴ്സ് ഗിയർ ഇട്ട് നോക്കാം. ലൈറ്റ് കറക്റ്റായിട്ട് കത്തുന്നുണ്ടോയെന്ന്. എന്തായാലും അത് കട്ട് ചെയ്തതാണല്ലോ, അതൊന്ന് കൺഫേം ചെയ്യാം. ക്യാമറ ഉറപ്പിക്കുമ്പോൾ ഫുള്ള് ആദ്യം പ്രസ് ചെയ്ത് കയറ്റി വെക്കരുത്. കാരണം നമ്മൾ ഡിസ്പ്ലേയിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം ക്യാമറയുടെ പൊസിഷൻ അറിയാൻ പറ്റും. അതുകൊണ്ട് ഒരു ഇച്ചിരി പുറത്തോട്ട് തള്ളി തന്നെ വെച്ചേക്കുന്നത്. എല്ലാം നോക്കിയിട്ട് അവസാനം ക്യാമറ സെറ്റ് ചെയ്യാമെന്ന് വെച്ചു. ഞാനിപ്പോൾ റിവേഴ്സ് ഗിയർ ഇട്ട് നോക്കാം. ലൈറ്റ്സ് കത്തുന്നുണ്ട്. ഇനിയുള്ളത് ഇതിൻ്റെ സ്റ്റോക്ക് മൾട്ടിമീഡിയ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം മാറ്റിയിട്ട് നമുക്ക് ഡിസ്പ്ലേ ഉള്ള ആൻഡ്രോയിഡ് സ്റ്റീരിയോ കയറ്റേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇൻറ്റലിപ്ലേ ട്രാക്ക് ആൻഡ് ടെൽ എന്നൊരു ബ്രാൻഡിൻ്റെ ഇൻറ്റലിപ്ലേ എന്നൊരു ഒരു മോഡലാണ് വാങ്ങിയത്. അപ്പോൾ അതൊരു 4GB റാമും 64GB സ്റ്റോറേജും ഉള്ള ഒരു ഡിവൈസാണ്. ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ വണ്ടിയുടെ പർട്ടിക്കുലർ ഫ്രെയിമും കിട്ടും, അതിന് തന്നെ വേണ്ട കപ്ലറും കിട്ടും. അപ്പോൾ കപ്ലർ വണ്ടിയുടെ സ്പെസിഫിക് ആയതുകൊണ്ട് തന്നെ വയറൊന്നും കട്ട് ചെയ്യാൻ നമുക്ക് കണക്ഷൻസ് കൊടുക്കാൻ പറ്റും. നമുക്കൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കാം. എനിക്ക് എന്തായാലും ഇന്ന് തീർക്കാൻ പറ്റില്ല, ഓൾറെഡി ലേറ്റായി. അപ്പോൾ അതിനാദ്യം നമ്മൾ ടെസ്റ്റർ യൂസ് ചെയ്തിട്ട് നമ്മുടെ പാനലിൽ നിന്ന് എയർ വെൻ്റ് മാറ്റുക. പിന്നെ 2 സ്ക്രൂസ് ഉണ്ട്, അതും കൂടെ ഡിസ്കണക്ട് ചെയ്തിട്ട് വലിച്ചൂരി എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള സ്റ്റോക്ക് ഡിവൈസ് ഊരി വരും. എന്നിട്ട് നമ്മുടെ പുതിയ ഡിവൈസ് അതിലേക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ബാക്കി റിവേഴ്സ് ക്യാമറയുടെ കണക്ഷനൊക്കെ നമുക്ക് നാളെ കൊടുക്കാം. അത് ഓണായിട്ടുണ്ട്. ഇൻറ്റലിപ്ലേ എന്നുള്ള പേരൊക്കെ എഴുതി കാണിച്ചു. കാർ പ്ലേ ഒക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഡിവൈസും കണക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ അടുത്ത ദിവസം രാവിലെ വന്നിട്ട് ക്യാമറയുടെ വയേഴ്സൊക്കെ കറക്റ്റായിട്ട് കൊടുത്ത് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുമോ നോക്കാം. അപ്പോൾ അതിന് വീഡിയോ ഔട്ടിൻ്റെ ആണ് ആ യെല്ലോ വയർ. അതിൻ്റെ സൈഡിലൊരു റെഡ് വയറും കൂടെ ഉണ്ട്. അതാണ് റിവേഴ്സ് ഗിയർ ഇടുമ്പം നമുക്ക് ട്രിഗർ കിട്ടുന്നത്. അപ്പം അതുകൂടെ കണക്ട് ചെയ്താൽ മാത്രമേ റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ ഡിസ്പ്ലേയിൽ കറക്റ്റായിട്ട് ക്യാമറ കാണിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ക്യാമറ ഡിവൈസിന് അറിയാൻ പറ്റില്ല റിവേഴ്സ് ഗിയർ ഇട്ടിട്ടുണ്ടോ. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വയർ വലിക്കാൻ വേണ്ടിയുള്ള ബീഡിങ്സ് എല്ലാം ഇളക്കണം. താഴത്തെ ഡോർ പാനൽസൊക്കെ ഇളക്കണം. വയർ വലിച്ച് ഫ്രണ്ടിൽ കൊണ്ടുവരിക, ഇതിലേക്ക് കണക്ട് ചെയ്യുക.
ഞാൻ പറഞ്ഞ റിവേഴ്സ് ട്രിഗറിൻ്റെ ഒരു വയറിനോട് കപ്ലറിലേക്ക് കൊടുക്കേണ്ടി വരും. അതും കണക്ട് ചെയ്തിട്ട് റിവേഴ്സ് ഇട്ട് നോക്കി ഒരു ക്യാമറ തിരിഞ്ഞിരിക്കുകയാണ്. ഞാൻ ആ ക്യാമറയുടെ നേരെ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്തപ്പോൾ ശരിയായി. അതിനുശേഷം ക്യാമറ എല്ലാം പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തു. എന്നിട്ട് ഡിവൈസും കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ട് എയർ വെൻറ്റും എല്ലാം പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്ത് നോക്കി. നമുക്ക് ബേസിക്കലി ഇൻസ്റ്റാളേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മതി. ഇതൊരു സിം സ്ലോട്ടാണ്, എയർടെലിൻ്റെ സിമ്മാണ്. ഇതൊരു GPS പിന്നെ ഒരു മൈക്രോഫോണുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു DSP സെറ്റിങ്സും ഉണ്ട്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.